കിന്നര ഗന്ധർവാദികളെയും കീഴടക്കി. ചണ്ഡബാഹു എന്ന നാം ഇപ്പോൾ ഇന്ദ്രന്റെ അമരാവതിയുടെ വാതിൽക്കലെത്തിയിരിക്കുന്നത് ദേവകൾ വാഴും സ്വർലോകം കൂടി സ്വന്തമാക്കി പ്രപഞ്ചത്തിലെ അജയ്യനാകാനുള്ള രഹസ്യ യുദ്ധത്തിനാണ്. രഹസ്യ യുദ്ധങ്ങളിൽ പാലിക്കേണ്ട അടക്കങ്ങളെ കുറിച്ച് നമ്മുടെ പട ഇനിയും ബോധവാന്മാരല്ലെന്നോ? ഇവിടെ ഇന്ദ്രന്റെ മടയിലെത്തുമ്പോൾ ഓരിയിട്ട് ആളെ അറിയിക്കുവാൻ തക്ക വിഡിത്തം പടയ്ക്ക് പുലമ്പിക്കൊടുത്തത് ആരാണ്? ഓർക്കണം, പടയിൽ പുതുതായി ചേർന്ന നാഗകിന്നരന്മാരാണ്. മതി. വന്നത് എന്തിനെന്നും വഴക്കം എന്താണെന്നും ചൊല്ലിക്കൊടുക്കുക തമ്പടിച്ചിരിക്കുന്ന നമ്മുടെ സൈന്യത്തോട്. കരുത്തന്മാരായ പോരാളികളെ, ഭൂമി പാതാളങ്ങളെ കീഴടക്കി അജയ്യമായ ദേവലോകം കൂടി ആക്രമിച്ചു നേടാനാണ് അസുരാധിപൻ ചണ്ഡബാഹു തിരുമനസിനൊപ്പം നാം ഇവിടെ ഈ അമരാവതിക്ക് സമീപം എത്തിയിരിക്കുന്നു. ആ കാണുന്നത് ദേവേന്ദ്രൻ വാഴുന്ന സ്വർലോകമായ അമരാവതിയാണ്. അവിടെ അമരുന്നത് അതീവ ശക്തിവിശേഷങ്ങളുള്ള എണ്ണമില്ലാത്ത ദേവകളാണ്. അവർ പോലും അറിയാതെ അവരെ കീഴ്പ്പെടുത്താനുള്ള ഒളിപ്പോരിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെ, എല്ലാ പൗർണമിയിലും ദേവേന്ദ്രനും ദേവകളും ആട്ടവും കൂത്തുകളുമായി മതിച്ചു കഴിയുന്ന രാത്രികളാണ്. അതുകൊണ്ടാണ് നാം ഇന്നേ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. ആയതിനാൽ ശ്രദ്ധയോടെ ഉത്തരവാദിത്വത്തോടെ മാത്രം മുന്നേറുക. യുദ്ധമാർഗങ്ങൾ വിശദീകരിക്കുക. നേതൃത്വത്തിൽ 1,00,000 പട അമരാവതിയുടെ പരശതം പ്രവേശന കവാടങ്ങളിൽ രഹസ്യമായി നിലയുറപ്പിക്കുക. ജംബുമാലികനും 1,00,000 പടയും ദേവകളുടെ വേഷം ധരിച്ച് ഉള്ളിൽ കടന്ന് ദേവകളുമായി അവരറിയാതെ കലരണം. അകത്ത് കടന്ന ജംബുമാലിയുടെ പടയിലെ ഒളിപ്പോർ വീരന്മാർ ആഘോഷവേളകളിൽ ദേവന്മാർ ആയുധങ്ങൾ വെക്കുന്ന കാവൽപ്പുര കീഴടക്കാൻ സജ്ജമായിരിക്കുക. മായാഗുരു പൂർവപാലന്റെ കർമ്മം കൂടി ബോധ്യപ്പെടുത്തുക മഹാവക്ത്ര. ഗുരു പൂർവപാലൻ തന്റെ മായാവിദ്യകൾ കൊണ്ട് ദേവന്മാരുടെ കാഴ്ചയിൽ നിന്ന് നമ്മുടെ രൂപങ്ങളെ പരമാവധി മറച്ചു പിടിക്കും. നമ്മുടെ സൈന്യത്തിന് സ്വർലോകത്ത് നേരിട്ട് ജയിക്കാൻ ഇത്ര സന്നാഹങ്ങൾ മതിയാകില്ലേ തിരുമനസേ? അവിടുത്തെ സുരക്ഷ കൂടി കണക്കിലെടുക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. നമ്മുടെ സുരക്ഷയെ പ്രതി ആവലാതിയോ? ദേവകളുടെ പരമ്പൊരുളെന്ന് അവകാശപ്പെടുന്ന സാക്ഷാൽ പരമശിവനെ പ്രീതിപ്പെടുത്തി സ്വന്തമാക്കിയ അപരാജിത രക്ഷയുണ്ട് നമ്മുടെ വാൾത്തലപ്പിൽ. അതുള്ളപ്പോൾ പരമശിവൻ ഉൾപ്പെടെ ഒരുത്തനും നമ്മെ നേർത്ത് ജയിക്കാനാവില്ല. നേരമായിരിക്കുന്നു. ഇന്ദ്രസദസ്സിലെ ദേവകന്യകളുടെ കൂത്താട്ടങ്ങൾ കഴിയും മുമ്പ് നാം ലക്ഷ്യം നേടിയിരിക്കണം. തയ്യാറാവുക, വിജയിച്ച് മാത്രം മടങ്ങാനായി.